കേരള വിഷൻ ഗോൾ സോൺ കൺട്രി ഇപ്പൊ കണ്ണൂരിൽ നിന്ന് സഞ്ചരിച്ച് നേരെ എത്തിയിരിക്കുന്നത് നമ്മുടെ കോഴിക്കോട് നഗരത്തിലേക്കാണ്. കോഴിക്കോട് നമുക്കറിയാം, ഫുട്ബോളിന്റെ ആവേശം ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ കാണുന്നത് നമ്മുടെ കോഴിക്കോടിലെ യുവാക്കൾക്കിടയിലാണ്. കേരള വിഷൻ ഗോൾ സോൺ കൺട്രി റോഡ് ഷോ അങ്ങനെ കണ്ണൂരിൽ നിന്ന് കോഴിക്കോടേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. കോഴിക്കോട് എത്തിയപ്പോഴേക്കും നമുക്കറിയാം, ഇവിടെ റെഡ് അലർട്ടും നല്ല മഴയൊക്കെ നിൽക്കുന്ന ഒരു ദിവസമാണ്. ആ നാട്ടിലെ നാട്ടുകാർക്കൊപ്പം ഞാൻ ചേരുകയാണ്. കുറച്ച് സമ്മാനമൊക്കെ കരുതിയിട്ടുണ്ട്. നമുക്ക് ഫുട്ബോൾ വിശേഷങ്ങൾ, ഇവിടുത്തെ ആരവങ്ങൾ, ആവേശങ്ങൾ അതൊക്കെ ഒന്ന് അറിഞ്ഞു പോകാം. അപ്പൊ ഒരു ചോദ്യം, 6 വേൾഡ് കപ്പുകളില് ആലോചിക്കണം, ഓരോ വേൾഡ് കപ്പും വരുന്ന 4 വർഷത്തിലിരിക്കുകയാണ്. 6 വേൾഡ് കപ്പുകളിൽ കളിച്ച് ഗോൾ അടിച്ച ഒരേ ഒരു താരം. റൊണാൾഡോ. അത് നിസാര കാര്യമല്ല, ഈ പറയുന്ന പോലെ 4 വർഷം. യെസ്, അപ്പൊ റൊണാൾഡോ. പേരെന്താണ്? അപ്പൊ ഡെൽസിയക്ക് ഞാൻ ഈ സമ്മാനം കൈമാറുകയാണ്. അപ്പൊ റൊണാൾഡോ. ശരി, മുട്ടായി തെരുവിലേക്കാണ് ഞാൻ കടന്നു ചെല്ലുന്നത് കേട്ടോ. കോഴിക്കോടിന്റെ ഏറ്റവും പ്രശസ്തമായ, കോഴിക്കോട് നിന്ന് കേൾക്കുമ്പോഴേ നമുക്ക് മറ്റു നാട്ടുകാർക്ക് ആദ്യം ഓർമ്മ വരുന്നത് മുട്ടായി തെരുവാണ്. ഇവിടെയൊക്കെ കാലിക്കറ്റിന്റെ മിഠായി തെരുവില് ഇതുവരെ കാണാത്തൊരു കാഴ്ച കാണുന്നുണ്ട്. ഇതുവരെ എപ്പോഴും കാണുന്നതാണ്, പക്ഷെ അങ്ങോട്ട് നോക്കിയേ എനിക്ക് തോന്നുന്നു ബാക്കി കൊടികളൊക്കെ ഒന്ന് ചുരുങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും അർജന്റീനയുടെ കൊടി ഇങ്ങനെ നെഞ്ചു വിരിച്ച് തന്നെ നിൽക്കുകയാണ്. വേൾഡ് കപ്പ് അർജന്റീനക്കുള്ള, കാരണം അവർ കളിക്കേണ്ട ആവശ്യമില്ല, അവർക്ക് കപ്പ് കിട്ടി കഴിഞ്ഞു. കളിക്കേണ്ട ആവശ്യമില്ല, കപ്പ് കിട്ടി കഴിഞ്ഞു. ഈ വേൾഡ് കപ്പ് അർജന്റീന അടിക്കും. ട്രോളിയെ തന്നെയാണ് ഈ വേൾഡ് കപ്പ് അർജന്റീന അടിക്കും. ക്രിസ്ത്യാനോ ഓന് വളർത്തിയാണ് പോർച്ചുഗൽ. നേരെ മറിച്ച് ഈ അർജന്റീന ഫാൻസ് കുറെ ആൾക്കാരുണ്ട്, ഓലിക്കാണ് നമ്മൾ സമ്മതിച്ചു കൊടുക്കാത്തത്. അപ്പൊ ഇങ്ങനെ ശരിക്കും മറ്റ് ഏത് നാട്ടിൽ പോയി, ഇന്ന് മഴ കൊണ്ട് ഇവിടെ ഒരു റെഡ് അലർട്ട് അവധിയൊക്കെ വന്നെങ്കിലും ഫുട്ബോളിന്റെ ആവേശത്തിന് ഒരു അവധി ഇവിടെ കൊടുത്തിട്ടില്ല ഇവിടുത്തെ നാട്ടുകാർ. അപ്പൊ ഇന്നലത്തെ കളിയല്ലേ, ഇന്നലത്തെ കളിയായിരുന്നു ബ്രസീലിന്റെ, സോറി അർജന്റീനയുടെ കളി. ഇന്നലത്തെ കളിയെ കുറിച്ച് ഒരുപാട് ട്രോൾ. ഇന്നലെ 80 മിനിറ്റ് വരെ റഫറിക്ക് പ്രശ്നമില്ല, ഫിഫക്ക് പ്രശ്നമില്ല, ഫിഫക്ക് പ്രശ്നമില്ല, ഒന്നുമില്ല. 10 മിനിറ്റിൽ 3 ഗോൾ അടിച്ചപ്പോഴാണ് പ്രശ്നം വന്നത്. ഏത് രാജ്യത്തിന്റെ ഫാനാണ്? അർജന്റീന. ഓക്കെ, എന്റെ ചോദ്യം ഇതാണ്, ആദ്യമായി പുരുഷന്മാരുടെ വേൾഡ് കപ്പ്, പുരുഷന്മാരുടെ ഫുട്ബോൾ കളി നിയന്ത്രിക്കാൻ വനിതാ റഫറി ഇറങ്ങിയ വേൾഡ് കപ്പ് ഏതായിരുന്നു? എനിക്കറിയില്ല. പോർച്ചുഗൽ ഔട്ടായല്ലോ. ഇനിയിപ്പോ ആര് കപ്പടിക്കും? ഫ്രാൻസ്. പോർച്ചുഗൽ വേല അവര് തോറ്റി, ഇല്ലത് പറയാനല്ലോ അവർക്ക്. പോർച്ചുഗൽ വേല അവര് തോറ്റി, അതുകൊണ്ടാ നമ്മളിപ്പോഴും അർജന്റീനക്കാരെ നിൽപ്പുണ്ട്. അപ്പൊ ഒരു ചോദ്യം, ആദ്യമായി എല്ലാം ഒന്നുമില്ല മോനെ, ഉത്തരം അറിഞ്ഞില്ല, പിന്നെ അത് ചോദിച്ചിട്ട് കാര്യമില്ല എന്നാ പറയണേ. ചോദ്യം ഇതാണ്, അതായത് പുരുഷന്മാരുടെ ലോകകപ്പിൽ ആദ്യമായിട്ട് ഒരു വനിതാ റഫറി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കളി നിയന്ത്രിക്കാൻ. അത് ഏത് വേൾഡ് കപ്പിലായിരുന്നു? എവിടെ വെച്ച് നടന്നത്? അത് ഖത്തറിൽ വെച്ച് നടന്നത്. ഖത്തർ. യെസ്, കറക്റ്റ് ആൻസർ. ഖത്തറിൽ വെച്ച് നടന്നത്. അങ്ങനെ വരട്ടെ, അങ്ങനെ കണ്ട അർജന്റീന വീണ്ടും കപ്പടിക്കുന്നേ. അർജന്റീനയോടുള്ള വിരോധം കൊണ്ടാണ് ശരിക്കും ഫ്രാൻസിന്റെ കഴിവ് കണ്ടിട്ടാണോ പറയണത്? കളി കാണാലോ, ഇനിയുണ്ടല്ലോ ടൈം. കളി കാണാൻ കിടക്കുന്നുള്ളൂ. നമ്മുടെ കേരള വിഷന്റെ ഗോൾ സോൺ കൺട്രി കാസർഗോഡ് തൊട്ട് ട്രിവാൻഡ്രം വരെ നമ്മുടെ ലഹരിക്കെതിരെ ഒരു സന്ദേശം ഉയർത്തിക്കൊണ്ട് പോകുന്ന ഒരു യാത്ര കൂടെയാണ്. ലഹരി എന്ന് പറയുന്നത് ഇനി ഫുട്ബോൾ ആകട്ടെ, അല്ലെങ്കിൽ ഗെയിം ആകട്ടെ, നമ്മുടെ സൗഹൃദങ്ങളാകട്ടെ, അതൊക്കെ ആകട്ടെ, നമ്മുടെ ലഹരി മറ്റ് ലഹരികൾക്ക് അവധി കൊടുക്കാം. ഫുട്ബോൾ ലഹരിയിലേക്ക് നമുക്ക് മാറാം എന്നുള്ള കട്ട ടീമാണ്, രണ്ടും കട്ട ടീമാണ്. ബട്ട് മെസ്സിനെ എത്രത്തോളം പ്രകോപിപ്പിക്കുന്നു അത്രത്തോളം മെസ്സി എന്ന് വെച്ചാൽ സ്റ്റാർ ടൈമാണ്. ബോളുകളൊക്കെ എന്ന് വെച്ചാൽ ചിരിപ്പായി കളിക്കുന്നു.
അടിപൊളി കളിയല്ല ഇന്നലെ നടന്നേ. ഇന്നലെ നടന്ന ടോപ്പ് കളി, അടിപൊളി കളി. ഇന്നലെ ചെറുതായിട്ടൊന്ന് പേടിച്ചായിരുന്നോ? നല്ല ടീം തന്നെയല്ലേ, എഴുതിട്ട് മോശം ടീമൊന്നല്ല, നല്ല കളി കളിച്ച് വന്ന ടീം തന്നെ. നിങ്ങൾ ശരിക്കും ഏത് രാജ്യത്തിന്റെ സപ്പോർട്ടർ ആയിരുന്നു? ഞാൻ ബ്രസീലാണ്. ബ്രസീൽ. പക്ഷെ ബ്രസീൽ ആയതുകൊണ്ടല്ല, ഇന്നലെ 90 മിനിറ്റ് കളി കണ്ട് ഏത് വ്യക്തിക്ക് മനസ്സിലാവും ഇന്നലെ കളിച്ചത് ഫുട്ബോൾ അല്ല. ഇന്നലെ ബ്രസീൽ കളിച്ചില്ലല്ലോ. ഇന്നലെ ബ്രസീലിനല്ല, അർജന്റീന കളിയാ പറഞ്ഞു. ഇന്നലെ നിങ്ങൾ ആരുടെ ഫാനായിരുന്നു? ഇന്നലെ ആരെ ഫാനും ഇല്ല, ഇന്നലെ നമ്മൾ കളിയാണ് കണ്ടത്. അല്ല ആരെ സപ്പോർട്ട് ചെയ്തിട്ട് പറയില്ല. വാറ് ചെക്ക് ചെയ്യാൻ പറഞ്ഞു, വാറ് ചെയ്യുന്നത് ചെക്ക് ചെയ്യായിരുന്നു. ഈജിപ്തിന്റെ സ്വന്തം ഹാഫിൽ നിന്നാണ് ചെക്ക് ചെയ്തപ്പോഴേക്കും ആ കോർണറിൽ ഒരു ഫൗൾ. സമയം എത്ര സമയം എടുത്തിക്കണി. എന്നാലും ഇതാണ് നമ്മുടെ കോഴിക്കോട് മിഠായി തെരുവിന്റെ ആവേശം. ഒട്ടും കുറയുന്നില്ല, പിന്മാറിയെങ്കിലും അവർ വിട്ടുകൊടുക്കുന്നില്ല. ഈ ആവേശത്തിൽ ഞാൻ വീണ്ടും കോഴിക്കോടിന്റെ ആവേശ കാഴ്ചകളിൽ ഇതാണ് ശരിക്കും ലഹരി, ഫുട്ബോൾ ലഹരി. കേരള വിഷൻ ഗോൾസ് ഓൺ കൺട്രി നമ്മളിപ്പോ മിഠായി തെരുവിലെ കൂട്ടുകാർക്കൊപ്പമായിരുന്നു. ഇനി കോഴിക്കോടിന്റെ മറ്റൊരു ഭാഗത്തേക്ക് സഞ്ചരിക്കുകയാണ്. പണ്ട് പോർച്ചുഗീസുകാർ വന്ന വഴിയാണ് വന്നത്. കാപ്പാടാണെങ്കിൽ ഇപ്പൊ ഞാൻ കോഴിക്കോട് ബീച്ചിലാണ് നിൽക്കുന്നത്. ആ പോർച്ചുഗീസിന്റെ ആവേശം നമുക്ക് ഇവിടെയും കാണാൻ പറ്റുന്നത്. കുഞ്ഞു പിള്ളേർ ഇവിടെ നിന്നിട്ട് ബീച്ച് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹലോ, ഇത് കേരള വിഷന്റെ ഗോൾസ് ഓൺ കൺട്രി. കാസർഗോഡ് നിന്ന് വരിക, കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള വഴിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് പെനാൽറ്റി കിക്ക് എടുത്ത് കളിച്ചു തുടങ്ങിയാലോ? അപ്പൊ 3 പേർക്ക് ഞാൻ അവസരം തരികയാണ്. മോന്റെ പേരെന്താണ്? സ്വാലിഹ്. ഏത് ടീമിന്റെ ആരാധകനാണ്? അർജന്റീന. അർജന്റീന. ഓക്കെ, പോയിട്ട് വാ. നമ്മുടെ കണ്ടം ക്രിക്കറ്റ് പോലെ ബീച്ച് ഫുട്ബോൾ കുറെ നിയമമൊക്കെ ഉണ്ട് കേട്ടോ. ദണ്ട ഈ അങ്ങനെ ആര് ഗോൾ അടിക്കും? ഗോൾ അടിക്കുന്നവർക്ക് സമ്മാനം, അല്ലെങ്കിൽ ഗോൾ തടഞ്ഞ ഗോളി സമ്മാനം കൊണ്ട് പോകുമോ? ഓ, ഗോളല്ല, അത് ഒരുപാട് ഉയരത്തിൽ പോയി. കാരണം ഇവിടത്തെ നിയമം ഇവിടെ ഇങ്ങനെ ക്രോസ് ബാറില്ല. അപ്പൊ ഞാന് നമ്മുടെ ഗോളിക്ക് ഒരു സമ്മാനം കൈമാറുകയാണ്. അങ്ങനെ നമ്മുടെ ഗോൾസ് ഓൺ കൺട്രിയിലെ ഈ ബീച്ച് ഫുട്ബോളിൽ പ്രിയപ്പെട്ട കൂട്ടുകാരൻ നമ്മുടെ ഗോളിയാണ് സമ്മാനം നേടിയിരിക്കുന്നത്. നന്ദിലത് ജി മാർട്ട് സ്പോൺസർ ചെയ്യുന്ന ഒരു മനോഹരമായ ഫുട്ബോൾ. അങ്ങനെ നമ്മുടെ ഫുട്ബോളിനെ ലഹരിയാക്കിയ യുവ തലമുറ ജെൻസിക്കൊപ്പം ഞാൻ നിൽക്കുകയാണ്. മക്കളെ, ഇനി ഒരു വേൾഡ് കപ്പ് അല്ലേ? വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യത്തിന്റെ ഉത്തരം അറിയുന്നവർ കൈവയ്ക്കാതെ കേട്ടോ. ഞാൻ ചെറിയ സമ്മാനമുണ്ട്, ജേഴ്സിയാണ് സമ്മാനം. കാനറികൾ എന്നറിയപ്പെടുന്ന രാജ്യം ബ്രസീൽ. കറക്റ്റ് ആൻസർ. എന്താണ് മോന്റെ പേര്? ഇർഫാൻ. ഓക്കെ, ബ്രസീലിനെയാണ് നമ്മളെ കാനറികൾ എന്ന് വിളിക്കുന്നത് കേട്ടോ. അതുപോലെ നമ്മള് മിഷിഗൻ എന്ന് വിളിക്കുന്ന ആരെയാ? ഓക്കെ, അപ്പൊ നമ്മള് ഒരു അറിവും ചെറുതല്ല. അപ്പൊ ഈ കൂട്ടുകാരന് എംബാപ്പയുടെ ഒരു ജേഴ്സിയാണ് സമ്മാനം. അപ്പൊ ഓക്കെ, പോയിട്ട് വരട്ടെ. The World Cup was the last mountain, the last dream, the final mission. Portugal believed, millions believe, but football can be cruel. Spain ended the journey in the round of 16. The dream faded, but never your legacy. എന്തായാലും നമുക്ക് നന്ദിലത്ത് ജി മാർട്ടിലെത്തി കേട്ടോ, നടക്കാവ്. അപ്പൊ ഇവിടെ നിന്ന് 4 ഫുട്ബോൾ കൂടെ എടുത്ത് നമുക്ക് പിള്ളേർക്ക് സമ്മാനമായിട്ട് കൊണ്ടുവരാം. ഹായ്, അതെ, ഇത് നടക്കാവാണല്ലേ? ഇത് നടക്കാവ് എവിടെയാന്ന് ചോദിച്ചാൽ നടക്കാനുള്ള ദൂരമേ ഉള്ളൂ ഒരു പടത്തിൽ പറയൂല്ലോ. അത് ഏത് പടവാ? അങ്ങനെ ഒരു സിനിമയിൽ പറയുമല്ലോ. ഹായ് രജീഷ്, നമ്മുടെ നന്ദിലത്തിന്റെ മാനേജർ. നന്ദിലത്തെ വേൾഡ് കപ്പിന് വൻപിച്ച ഓഫറുകളൊക്കെയാണ് പ്രഖ്യാപിച്ചിരുന്നത്. എന്തൊക്കെയാണ് നടക്കാവിലെ ഓഫറുകൾ? മൊത്തം ഗ്രൂപ്പുകളിൽ LED ടിവികൾക്ക് എക്സ്റ്റൻഡ് വാറണ്ടി, അഡീഷണൽ പ്രൈസ് ഡിസ്കൗണ്ട്, 70% പ്രൈസ് ഡിസ്കൗണ്ട് ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡുകൾക്കും. പിന്നെ അതുകൂടാതെ കസ്റ്റമർക്കുള്ള ലക്കി ഡ്രോ കൂപ്പൺ കാര്യങ്ങളെല്ലാം ഓണം കൂടി ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു ക്യാമ്പയിൻ. അപ്പം 2026 ഓണം നന്ദിലത്തിന്റെ കൂടെ കസ്റ്റമേഴ്സ് ഏറ്റവും നല്ല പ്രൈസ് ഡിസ്കൗണ്ട് അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ ഓഫറുകളും ഈ ഫ്ലോറിന് കിട്ടാത്തായിട്ട് ഒന്നും ഇല്ല എന്ന് തന്നെ കസ്റ്റമർ കണക്ക്. അതായത് സത്യം പറഞ്ഞാൽ വേൾഡ് കപ്പ് ഓണവും ചേർത്ത് വേണം ഓഫറാണ് ഇവിടെ നടക്കുന്നത്. വേണമെങ്കിൽ ഇങ്ങനെ എത്തിക്കോളൂ. പിന്നെ ഫുട്ബോളൊക്കെ ഒരുപാട് കാണുന്നുണ്ട്, അതും സമ്മാനമാണോ? സമ്മാനമാണ്. എല്ലാ ടിവികൾക്കും പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ കൂടെ നമ്മൾ ഈ ഫുട്ബോൾ സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട്.
ഇതെല്ലാം ചെറുത്. ഇതെവിടെന്നാ ഇത്രയും വലിയ ഒരു ഫുട്ബോൾ നിങ്ങൾ എല്ലായിടത്തും ഇരിപ്പുണ്ടല്ലോ. ആ പേര് മീനാക്ഷി. ഏത് ടീമിന്റെ ആരാധികയാണ്? പോർച്ചുഗൽ. എന്താണ് ഇപ്പൊ സത്യത്തില് ദുഃഖമുണ്ടോ, വിഷമമുണ്ടോ? ഉണ്ട്. ഇപ്രാവശ്യം ആര് വേൾഡ് കപ്പ് അടിച്ചോണ്ട് പോവും കണ്ടറിയാം. എന്നാലും അർജന്റീന വായിന്ന് വരില്ല. അതിനല്ലല്ലോ നമ്മൾ പോർച്ചുഗൽ ഫാൻസ് എന്ന് പറഞ്ഞ് നടക്കുന്നത് അല്ലേ? അൻഷി ആരുടെ ഫാനാണ്? അർജന്റീന. അർജന്റീനക്ക് ഇപ്രാവശ്യം ഈ വേൾഡ് കപ്പ് കൂടെ എടുക്കാനായിട്ട് എന്തെങ്കിലും അർജന്റ് ഉണ്ടോ? ഉണ്ട്. എടുക്കും. രണ്ടാമത്തെ കപ്പും കൊണ്ടുപോകും. ശരി, ഞാനൊരു ചോദ്യം. അർജന്റീന ഫാൻസും പോർച്ചുഗൽ ഫാൻസും എല്ലാവരും നമ്മുടെ സ്റ്റാഫും മാനേജറും ഒക്കെ നിൽപ്പുണ്ട്. ആർക്ക് വേണമെങ്കിലും ഉത്തരം പറയാം കേട്ടോ. എന്റെ ചോദ്യം ഇതാണ്, നമ്മുടെ ഈ വേൾഡ് കപ്പിൽ ഇപ്പൊ നടക്കുന്ന ഈ വേൾഡ് കപ്പില് ആദ്യം ഹാട്രിക് അടിച്ചത് ആരാണ്? ഹാട്രിക് റൊണാൾഡോ? മെസ്സി. കറക്റ്റ്. അത് ശരി, അതിനും റൊണാൾഡോയുടെ തലയിൽ തന്നെ കൊണ്ടുവച്ചിരിക്കുന്നു അല്ലേ? അവിടെ വിട്ട് ഒരു ഇതുമില്ല. മെസ്സി അല്ലെ ആദ്യത്തെ ഹാട്രിക്, ആദ്യത്തെ കളിയിൽ തന്നെ 3 ഗോൾ അടിച്ച് മെസ്സി തിളങ്ങിയിരിക്കുകയാണ്. അപ്പൊ അതേ വരുന്ന മാനേജർ സമ്മാനമായിട്ട്. അപ്പൊ അടുത്ത ചോദ്യം ഇതാണ്, ജർമ്മനിയുടെ ഫാൻസ് ആരെങ്കിലും ഉണ്ടോ? ജർമ്മനിക്ക് ഫാൻസ് ഇല്ലാത്ത? അപ്പൊ ഈ ജർമ്മനി ഇപ്രാവശ്യം പുറത്തായത് ഒരു ടീം കാരണമാണ്. ഏത് ടീം കാരണമാണ് ജർമ്മനി പുറത്തേക്ക് പോയത്? നിനക്കൊരു പോർച്ചുഗൽ ഉണ്ട്. ഇവിടെ മറ്റേ കടപ്പുറത്ത് വന്നിറങ്ങിയത് പോർച്ചുഗൽ അല്ലേ? അതുകൊണ്ട് തുടങ്ങിയാണെന്ന് തോന്നുന്നു. ഈ പോർച്ചുഗൽ വിട്ട് ഏതെങ്കിലും ഒരു ഇത്ര എന്ന് പറയുമോ? സ്പെയിൻ അല്ല, ജർമ്മനി. ആർക്ക് വേണമെങ്കിലും പറയാം കേട്ടോ. ജർമ്മനി പുറത്താകാൻ കാരണം ഏത് ടീമാണ്? ജർമ്മനി ഇവിടെ 2 പേരുണ്ട്, അർജന്റീന, പോർച്ചുഗൽ. ഇതല്ലാതെ ഇനി വേറെ ഒരു കാര്യമില്ല. ഏത് സ്കൂളിൽ പഠിച്ചെന്ന് ചോദിച്ചാൽ പോലും അർജന്റീനയിലും പോർച്ചുഗലിലെന്നും പറയും ഇല്ലേ? പെനാൽറ്റി ഷൂട്ടൗട്ട് മത്സരം തുടങ്ങാൻ പോവുകയാണ്. കൃത്യമായിട്ട് ഗോൾ പോസ്റ്റിൽ കൊണ്ടുകൊണ്ട് അത് പുറത്തേക്ക് പോയി. അങ്ങനെ നന്ദില ജി മാർട്ടിലെ കൂട്ടുകാർക്കൊപ്പം ആയിരുന്നു കുറച്ച് സമയം ചിലവഴിച്ചത്. എന്നിട്ട് കുറച്ച് സമ്മാനമായിട്ട് കുറച്ച് ഫുട്ബോൾ അവിടുന്ന് കളക്ട് ചെയ്തിട്ടുണ്ട്. അതുമായിട്ട് വീണ്ടും കോഴിക്കോടിന്റെ അടുത്ത കൂട്ടുകാർക്കിടയിലേക്ക് ഞാൻ പോവുകയാണ്. ചുമ്മാതല്ല, പല കരുത്തന്മാർ വിചാരിച്ചിട്ട് ഇതെടുത്ത് പൊക്കാൻ പറ്റാത്ത കേട്ടോ. നല്ല വെയിറ്റ് ഉണ്ട്. കേരള വിഷൻ ഗോൾഡ് സോൺ കൺട്രി യാത്ര ചെയ്ത് കോഴിക്കോടിന്റെ സ്വന്തം വേൾഡ് കപ്പ് ഗാലറിയിൽ എത്തി നിൽക്കുകയാണ്. ഇത് എവിടെയാണെന്നറിയോ? കോഴിക്കോടിന്റെ പ്രശസ്തമായ ഹൈലൈറ്റ് മാളിനകത്താണ് നിൽക്കുന്നത്. പുറത്തൊക്കെ ഞാൻ രാവിലെ പറഞ്ഞ പോലെ റെഡ് അലർട്ടാണ് ഇന്നത്തെ ദിവസം. ഞങ്ങൾ കോഴിക്കോട് എത്തുമ്പോൾ നല്ല മഴയും പല സ്ഥലങ്ങളിലും വെള്ളമൊക്കെ കയറി റോഡുകളൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് വരുന്ന വഴിക്ക് വെള്ളമൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് മാളിനകത്തേക്ക് വന്നു. ഇനി ഇവിടെ വരുന്ന കൂട്ടുകാർക്കിടയിലാണ് ഫുട്ബോൾ ലഹരി. കേരള വിഷൻ ഗോൾഡ് സോൺ കൺട്രി ഹൈലൈറ്റ് മാളിലേക്ക് എത്തിയിരിക്കുകയാണ്. വേൾഡ് കപ്പിന് പിന്തുണയുമായി കേരള ഗവൺമെന്റിന്റെ ഓപ്പറേഷൻ തൂഫാൻ എന്ന ലഹരി വിരുദ്ധ പ്രോഗ്രാമിന് പിന്തുണയുമായി കാസർഗോഡ് വിട്ട് തിരുവനന്തപുരം വരെയുള്ള ഒരു യാത്രയിലാണ് കേരള വിഷന്റെ ഗോൾഡ് സോൺ കൺട്രി റോഡ് ഷോ. അതിന്റെ ഭാഗമായി ഇപ്പോൾ കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു ഗോൾ പോസ്റ്റ് സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ പോസ്റ്റിലേക്ക് ഗോൾ അടിക്കുന്നവർക്ക് ഫുട്ബോൾ സമ്മാനം. അപ്പൊ നമ്മുടെ ഒരു കൊച്ചു കൂട്ടുകാരൻ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തെ ആദ്യം ഒന്ന് പരിചയപ്പെടാം. നമ്മുടെ ഹൈലൈറ്റ് മാളിൽ ഹൈലൈറ്റ് ആയിട്ട് ആദ്യം എത്തിയതാണ്. നമ്മളെ ലഹരിക്കെതിരെ കളികളാകട്ടെ, നല്ല സ്നേഹബന്ധങ്ങളാവട്ടെ, സൗഹൃദങ്ങളാകട്ടെ, ഇനിയുള്ള ലഹരി ഫുട്ബോൾ ലഹരി ആകട്ടെ നമ്മുടെ ലഹരി. അങ്ങനെ ഈ ഒരു പ്രോഗ്രാമിലേക്കാണ് താങ്കളെ ഞാൻ സ്വാഗതം ചെയ്യുന്നത്. പേരെന്താണ്? മുഹമ്മദ് ആസിഫ്. ഓക്കെ, അദ്ദേഹമാണ് ആദ്യമായിട്ട് നമ്മുടെ ഗോൾ പോസ്റ്റിലേക്ക് ഗോൾ അടിക്കാൻ പോകുന്നത്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഗോളിങ്ങനെ പതുക്കെ തട്ടി ഉരുട്ടിയാൽ മതി. കാരണം ഇത് ഉറച്ചടിച്ചു കഴിഞ്ഞാൽ അപ്പുറത്ത് ഇപ്പുറത്തുള്ള കട, ഗ്ലാസ് ഇതെല്ലാം പൊട്ടിപ്പോകും. അതുകൊണ്ട് ജസ്റ്റ് തട്ടി ഗോളാക്കുക. ഓക്കെ, ഇതെല്ലാവരും കേട്ടല്ലോ. അപ്പൊ തുടങ്ങാൻ പോവാണ് നമ്മുടെ ആദ്യത്തെ കൂട്ടുകാരന്റെ ആദ്യ ശ്രമം. അത് ഗോളാക്കി മാറ്റാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. നമ്മുടെ ഈ കുഞ്ഞനിയൻ കഴിഞ്ഞിട്ട് നിങ്ങൾ വന്നോളൂ. മോന്റെ പേരെന്താണ് ഈ കുഞ്ഞിന്റെ? ആള് വിചാരിച്ച പോലെ ആദ്യത്തെ ഗോൾ എന്നെ വലയിലാക്കിക്കൊണ്ട് സമ്മാനം നേടിയിരിക്കുകയാണ്. ആദ്യ സമ്മാനം കുഞ്ഞിന് കൈമാറാം. ഇനിയിപ്പോ വീട്ടിൽ പോയിട്ട് കളിക്കാമല്ലോ. ഇതാണ് പറയുന്നത്, ഇനി തൊട്ട് അങ്ങോട്ട് ഫുട്ബോൾ ലഹരിയാണ്. കൺഗ്രാറ്റുലേഷൻ.
ആ റൊണാൾഡോയുടെ ടീമാണ്, പോർച്ചുഗലിന്റെ ടീമാണ്. എന്തായിരുന്നാലും റൊണാൾഡോയ്ക്ക് കഴിയാത്തത് എന്റെ കൊച്ചു ആരാധകൻ നേടിയെടുത്തിരിക്കുകയാണ്. അടുത്ത ആളെത്തിയിട്ടുണ്ട്. മോളെ പേരെന്താണ്? ഹിസാന, നിസാന എന്താണ് ചെയ്യുന്നത്? ഡിഗ്രി ഫസ്റ്റ് ഇയർ. ഓക്കെ, നിസാന ഏത് ടീമിന്റെ ഫാനാണ്? നെയ്മർ. നെയ്മർ ഔട്ടായല്ലോ. ഇത് എന്താണ് നെയ്മർ ഇപ്രാവശ്യം വിരമിച്ച് പോവോ ഈ വേൾഡ് കപ്പോട് കൂടി? കുഴപ്പമില്ല, ഒരു ഗോൾ അടിച്ചിട്ടല്ലേ പോയി. ഒരു ഗോൾ അടിച്ചില്ലേ? അതോ അടിച്ചിട്ടാണ് പോയത്. അടിച്ചിട്ടാണ് പോയത്. ഇനി പൊക്കോട്ടല്ലേ. ഇനി ആര് ഇപ്രാവശ്യം വേൾഡ് കപ്പ് എടുക്കും? ഫ്രാൻസ്. ബുദ്ധിപരമായിട്ട് ഗോളിയില്ലാത്ത പോസ്റ്റിലേക്ക് ഗോൾ അടിക്കരുതെന്ന് പണ്ടൊക്കെ പറയായിരുന്നു. ഇന്ന് ഇവിടെ സമ്മാനം കയ്യിലെത്തിക്കാനായിട്ട് ഗോളിയില്ലാത്ത പോസ്റ്റിലേക്ക് തന്നെ കുറച്ച് സമയം നമുക്ക് ഈ ഗോൾ എത്തിക്കാം. വിജയിച്ചു കഴിഞ്ഞു. ഇനി ഒരു സമ്മാനം തരട്ടെ. അഷ്റഫ് ഹക്കീമി ഏത് രാജ്യത്തെ പ്ലെയർ? ഇതാണ് എന്റെ ഫ്രണ്ടിൽ നിന്ന് ഈ പൊക്കിയ കുഞ്ഞു കൈ. മൊറോക്കോ. ഇതാണ് ഞാൻ പറഞ്ഞ കാലിക്കറ്റിന്റെ ഫുട്ബോൾ നോളജ്. പുതിയ തലമുറ ഇവരെ കണ്ട് പഠിക്കട്ടെ. ഇതാണ് ഇനിയുള്ള ലഹരി. നമ്മള് കേരള സർക്കാരിന്റെ ഓപ്പറേഷൻ തൂഫാന് കൂടെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് നമ്മുടെ കേരള വിഷന്റെ ഈ ഗോൾ സോൺ കൺട്രി എന്ന ഈ വാഹനം കാസർഗോഡ് തൊട്ട് ട്രിവാൻഡ്രത്തേക്ക് ഓടിത്തുടങ്ങുന്നത്. യുവതലമുറ പറയുന്ന ഈ ഒരു സന്ദേശം, നിങ്ങളുടെ ഈ ഒരു ലഹരി തന്നെയാണ് ഇനി പടരേണ്ടത്. സൗഹൃദങ്ങൾ, പഠനം, കുടുംബ ബന്ധങ്ങൾ, കളിക്കളത്തിലെ പോരാട്ടങ്ങൾ, ഇതൊക്കെ ആകട്ടെ നമ്മുടെ ലഹരി, അല്ലേ? ഓക്കെ. ഇപ്പൊ ഗോൾ സോൺ കൺട്രിയിലൂടെ ഞാൻ എത്തി നിൽക്കുന്നത് കോഴിക്കോടിന്റെ നൈനാവളപ്പിലാണ്. ഒരു പ്രത്യേകത നൈനാവളപ്പിന്. ബ്രസീൽ ആരാധകരുടെ കേന്ദ്രമെന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. പക്ഷേ ഞാനിവിടെ വന്നപ്പോ ബ്രസീലിന്റെ ആരാധകർ മാത്രമല്ല, ഇവിടെ നിൽക്കുന്ന പിള്ളേർ കംപ്ലീറ്റ് അർജന്റീന ഫാൻസ് ആണെന്ന് തോന്നല്ലേ? ബ്രസീൽ. ഓക്കെ, എന്നാലും ബ്രസീലിന്റെ ബോർഡിന്റെ ഫ്രണ്ടിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ ബ്രസീൽ ആരാധകർ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ച എന്റെ വരവ്. പക്ഷേ ബ്രസീലിനെ വെല്ലുവിളിച്ചുകൊണ്ട് വേറെയും ഫ്ലക്സുകൾ ഇവിടെ പൊങ്ങി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കൗതുകം. അത് മാത്രമല്ല, ഇവിടുത്തെ ഈ ബോർഡുകളിലെ ക്യാപ്ഷൻ വളരെ രസകരമാണ് കേട്ടോ. അതായത് എല്ലാം ഓരോ മറ്റുള്ളവർക്കുള്ള മറുപടി പോലെയാണ് ക്യാപ്ഷൻ ഇട്ടിരിക്കുന്നത്. പെനാൽറ്റിയുടെ ബലത്തിൽ രാജാക്കന്മാരാകാൻ നോക്കണ്ട, നെഞ്ചിറപ്പോടെ കളം നിറഞ്ഞ് കളിച്ച് ജയിച്ച ചരിത്രമേ ഈ മഞ്ഞപ്പടയ്ക്കുള്ളൂ എന്ന് പറഞ്ഞ് അവർ വെച്ചിരിക്കുന്ന ഈ പോസ്റ്ററിന് മറുപടി കൊടുത്തുകൊണ്ട് ബാക്കി ആരാധകരും വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ഇവിടെ സ്പെയിനിന്റെ ആരാധകർ ഇവിടെ വെച്ചിട്ടുണ്ട്. സ്പെയിൻ നമുക്കറിയാമല്ലോ അല്ലേ, കരുത്തന്മാരായ കാളക്കുട്ടന്മാരുടെ നാടാണ്. കരുത്ത് കാട്ടാൻ കാളക്കുട്ടന്മാർ, സ്പാനിഷ് താളവുമായി, അങ്ങനെ അതാണ് അവർ വെച്ചിരിക്കുന്നത്. ഇനി ഇതിനെയൊക്കെ വെല്ലുവിളിച്ച് മറ്റൊരു മറുപടി അർജന്റീന ഫാൻസ് കൊടുത്തിട്ടുണ്ട്. അതുകൂടെ നമുക്ക് നോക്കാം. അർജന്റീന ഫാൻസ് എന്ന് പറഞ്ഞപ്പോഴേ എന്റെ ബാക്കിൽ നിന്ന് ഒരു വലിയ സംഘം പിന്നെ പിന്തുടർന്ന് കൈയടിച്ച് വരികയാണ്. അവരെഴുതിയിരിക്കുന്നത് കഴിഞ്ഞിട്ടില്ല രാമ. ഞാൻ അർജന്റീനയുടെ ബോർഡിന്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ, ഫ്ലക്സിന്റെ അടുത്തേക്ക് വന്നതാണ്. ഇവിടെ വന്നപ്പോഴേക്കും ബ്രസീൽ ആരാധകരെക്കാൾ ഇവിടെ കൂടുതൽ അർജന്റീന ഫാൻസ് ആണെന്ന് എനിക്ക് മനസ്സിലായി. ബോർഡിലെ വാചകം നോക്കൂ, കഴിഞ്ഞിട്ടില്ല രാമ, ഒന്നുകൂടെ ഉണ്ട് ബാക്കി, താഴ്വേര് വരെ ഇറക്കും, എന്നിട്ടേ ചാകൂ. ഇത് എന്നാ മറുപടി ആയി കൊടുത്തിരിക്കണേ. അതായത് നോക്കൂ, വീര്യം പറയാൻ ഞങ്ങളില്ല, കാരണം ഞങ്ങൾ ലോക ചാമ്പ്യന്മാരാണ്. ഞങ്ങൾ കാണിച്ച മാസൊന്നും ഇവിടെ ഒരുത്തനും കാണിച്ചിട്ടില്ല. ബോർഡിലൂടെ പച്ചയ്ക്ക് അങ്ങോട്ട് മത്സരം നടക്കുകയാണ് ചേട്ടാ. ഈ ഇവിടുത്തെ ബ്രസീൽ ഫാൻസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ബ്രസീൽക്കാരൊന്നും കാണുന്നില്ലല്ലോ. അല്ല, ഞങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പൊ ആന ചത്ത് വിചാരിച്ചിട്ട് ആരും തൊഴുത്ത് കെട്ടില്ലാത്ത അവസ്ഥയാണ് ബ്രസീലിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യത്തിൽ പിന്നെ ഇപ്പൊ ഒരു പ്രതീക്ഷ വീണ്ടും ഉണ്ട്. ഒരു ഫേക്ക് ന്യൂസ് ആണോ എന്നറിയില്ല. നോർവേന്റെ ഒരു ഡോപ്പ് ആരോപണം ഉണ്ട്. അങ്ങനെ ആണെങ്കിൽ ചാൻസ് ടു റീകോൾ. അത് ഫേക്ക് ന്യൂസ് ആണെന്നും അറിയുന്നുണ്ട്. പ്രതീക്ഷ ഉണ്ട് നമുക്ക്. ബ്രസീലുകാർ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം എന്തായാലും നമുക്കൊരു അർഹതപ്പെട്ടത് കുറച്ച് നേടിയെടുക്കാൻ. കാരണം ഇപ്രാവശ്യം നെയ്മർ പ്രതീക്ഷ പോലെ തീരെ ഒരു വെളിയിലേക്ക് വന്നില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ഒരു ക്ഷീണം ഉണ്ടാക്കിയിട്ടുണ്ട്. ബ്രസീലില് പുറത്താകലിൽ ഒരു വലിയ വിഷമം തന്നെയാണ് സത്യം പറഞ്ഞാൽ ഈ തെരുവില്. ഇങ്ങനത്തെ ഒരു ടീം അല്ലായിരുന്നു പ്രതീക്ഷിച്ചത്. പക്ഷെ എന്ന് വിചാരിച്ചിട്ട് നമ്മളെന്തായാലും ബ്രസീലിനെ കൈയൊഴിയില്ല. അല്ല, ഈ നെയ്മർ ഈ ഒരു തോൽവിയോട് കളി നിർത്തുന്നതിനെ കുറിച്ച് യോജിക്കുന്നുണ്ടോ? അതിന്റെ ആവശ്യം ഉണ്ടോ? അല്ല, തീർച്ചയായും ആരോഗ്യ ഫിറ്റ്നസ് ഫുട്ബോളിൽ ഒരു പ്രധാന ഒരു സംഭവം തന്നെയാണ്. നെയ്മറിന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് കളി നിർത്തരുത് മകനെ എന്ന് പറഞ്ഞ് അഭ്യർത്ഥിച്ചിട്ടുണ്ട്.
ഇത്ര ഒരു ഇന്റർനാഷണൽ കളിയിലൊന്നും ഈ ഫിറ്റ്നസ് വെച്ചിട്ട് പറ്റില്ലല്ലേ? കളി തുടരാൻ നിങ്ങൾ തീർച്ചയായും ആരാധകർ പറയുന്നത് പുറത്തിരിക്കട്ടെ. അല്ല, കഴിവുള്ള യുവതലമുറ തീർച്ചയായിട്ടും വരണം. നമ്മൾ ഒരാളെ മാത്രം പ്രതീക്ഷിച്ച് നിൽക്കുന്നത് ടീം വർക്ക് ആണല്ലോ. ഒരു വ്യക്തി എന്നുള്ള ലെവലിൽ ഒരിക്കലും എന്താക്കാൻ പറ്റില്ല, ഫുട്ബോളിൽ വിലയിരുത്താൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും റൊണാൾഡോ ഒക്കെ എവിടെ എത്തേണ്ടതാണ്. പക്ഷെ പോർച്ചുഗലിൽ തീർച്ചയായിട്ടും എന്താക്കാൻ പറ്റിയില്ല, അത്ര വാർത്ത ടീം അവർ സെറ്റപ്പിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ബ്രസീലിന്റെ നെയ്മർ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത കാരണം കൊണ്ട് അത്രത്തുള്ള പെർഫോമൻസ് ടീം ബേസിൽ എടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. ബ്രസീൽ ഫാൻസിനെ കൊണ്ട് എപ്പോഴും തിരക്കേറിയ ഈ തെരുവ് എങ്ങനെയാണ് ഇത്രയും ശോകമുഖമായത്? അല്ല, ഇപ്പൊ കുറച്ചുകൂടി ഇന്റർനെറ്റും എല്ലാം കാര്യങ്ങളൊക്കെ ജനങ്ങൾ ഒരു വ്യാപ്തി മനസ്സിലാക്കി മറ്റുള്ള ടീമുകളുടെ കഴിവുകളെ കുറിച്ചൊക്കെ ജനങ്ങൾ സ്റ്റഡി കുറച്ചുപേര് അങ്ങോട്ടേക്കും പോയല്ലേ മാറുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ ഒരു കോമ്പറ്റീഷൻ അങ്ങോട്ടും ഉണ്ടാകുമ്പോഴാണല്ലോ, ഒരു ചലഞ്ച് ഉണ്ടാകുമ്പോഴാണല്ലോ ഒരു സ്പിരിറ്റ് ഉണ്ടാവുക. അപ്പൊ എതിർ ടീം ഉണ്ടാകുമ്പോഴേ ഇവിടെയും അതിന്റെ ഒരു ആവേശം തീർച്ചയായിട്ടും ഉണ്ടാവും. ഫുട്ബോളിന്റെ ഒരു ലഹരിക്ക് വേണ്ടി നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നെങ്കിൽ നിങ്ങളെല്ലാം ഒന്ന് തന്നെയാണല്ലേ? തീർച്ചയായിട്ടും ആ ഒരു ബന്ധം നേതാൾക്കാർ എല്ലാ കാര്യത്തിലും സൂക്ഷിക്കാറുണ്ട്. ആ ഒരു ബന്ധം ഞങ്ങളെ തലമുറകളും ഇനി അടുത്ത തലമുറകൾക്കും അത് വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനം. കാരണം ഈ ഫുട്ബോൾ ഇത്രയും ആവശ്യം നമ്മളോട് നിലനിർത്താൻ കാരണം തന്നെ ഇപ്പോഴുള്ള യുവതലമുറ കൂടുതൽ ലഹരിയിലേക്ക് മറ്റൊക്കെ പോകുന്നത് തടയാനും കുട്ടികളെ കുറച്ച് സ്പോർട്സ് രംഗത്ത് വളർത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും അതാണ് കാര്യം, ആ പറഞ്ഞതാണ് കാര്യം. ലഹരിയിലേക്കൊന്നും പോകാതെ കൂട്ടുകാരെ ഈ ഫുട്ബോളിന്റെ ലഹരിയിലേക്ക് ആവാഹിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ഗ്രാമം. മക്കളെ, ഇപ്പൊ ഇവിടെ നിൽക്കുന്ന ഫാൻസ് ആരാണ്? വാമോസ് അർജന്റീന. എടാ, അത് അവരുടെ മുന്നേ വെച്ച് തന്നെ വേണോ ഈ പൊങ്കാല? അപ്പൊ വാമോസ് കാത്തു നിൽക്കുന്നു. അതാണ് പ്രതീക്ഷ. കഴിഞ്ഞിട്ടില്ല കേട്ടോ. ആളെ കൂട്ടലല്ല ടീമിന്റെ ലക്ഷ്യം. ചങ്കുറപ്പുള്ള ഒരുത്തൻ മതി. വെല്ലുവിളി നടന്നുകൊണ്ടിരിക്കുക. ഇതൊക്കെയാ ശരിക്കും ലഹരി എന്ന് പറയണത്. നമ്മള് കോഴിക്കോടിന്റെ തീരദേശം വഴി ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ഏറ്റവും തീരദേശങ്ങളിലാണ് ഫുട്ബോൾ വളരെ സജീവമായിട്ട് നിൽക്കുന്നത്. നോക്കിയേ, ആ കടലിലേക്ക് എല്ലാ രാജ്യങ്ങളുടെയും കൊടികൾ, അർജന്റീനയും ബ്രസീലും ഫ്രാൻസും പോർച്ചുഗലും എല്ലാവരും ഉണ്ട്. ശരിക്കും എന്തായിരിക്കും നമ്മുടെ ഈ കടലോര തീരപ്രദേശങ്ങളിൽ ഇത്രയും കുട്ടികൾ ഫുട്ബോളിലേക്ക് പോകുന്നു മറ്റുള്ള സ്ഥലങ്ങളെക്കാളും? ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു കളിക്കാനുള്ള സ്ഥലങ്ങൾ അവർക്ക് കൂടുതലുണ്ട്. കടൽ അങ്ങോട്ട് മാറിക്കൊടുക്കുമ്പോഴേക്കും ആ ബീച്ച് ഏരിയ അവർ കളിസ്ഥലങ്ങളായിട്ട് അവർക്ക് വീണ് കിട്ടുന്നത് കൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ എല്ലാവരുടെ ഒരു വലിയ മൊബൈൽ ഫോണൊന്നും ഇല്ലാത്ത എല്ലാവരും ഒത്തുകൂടുന്ന ഒരു സൗഹൃദമായിരിക്കാം. ഇതിൽ നിന്ന് നമുക്ക് എനിക്ക് തോന്നുന്നത് ഇന്ത്യയുടെ ഒരു ടീം ഉയർന്നു വരാത്തത് ഗ്രാമീണ കളിക്കളങ്ങളുടെ അപര്യാപ്തത എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലേ, കളിക്കളങ്ങൾ സാധാരണ ഉള്ളത് നമ്മുടെ കലാലയങ്ങളിലും സ്കൂളുകളിലും ഒക്കെയാണ്. 4 മണിക്ക് സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ അതങ്ങ് അടച്ചിടും. പിന്നെ പിള്ളേരെന്ത് ചെയ്യും? എന്തായാലും കോഴിക്കോട് ബീച്ചിലൂടെ വളരെ ആവേശകരമായ കാഴ്ചകളാണ് ഫുട്ബോളുമായി ബന്ധപ്പെട്ട് ഞാൻ കാണുന്നത്. ശരിക്കും ഫുട്ബോൾ ലഹരി, ഇവിടുത്തെ ജനങ്ങൾ ആ ഫുട്ബോൾ ലഹരിയിലാണ് സത്യത്തിൽ ആറാടുന്നത്. അതാണ് വേണ്ടത്. കോഴിക്കോടിന്റെ കാഴ്ചകളിൽ നിന്ന് മടങ്ങുകയാണ് ഇന്നത്തെ ദിവസം. എന്നും ഇതുപോലെ ലഹരി നമ്മുടെ ഗെയിമുകളാകട്ടെ, സ്നേഹബന്ധങ്ങളായിരിക്കട്ടെ, സൗഹൃദങ്ങളായിരിക്കട്ടെ എന്ന് മാത്രം ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് കോഴിക്കോട് നിന്ന് അടുത്ത നഗരത്തിലേക്ക്, അടുത്ത ജില്ലയിലേക്ക് മടങ്ങുകയാണ്. കേരള വിഷൻ ഗോൾസ് ഓൺ കൺട്രി.